നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഈ ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നമുക്കറിയാമല്ലോ, ഈ 66 പുസ്തകങ്ങളുള്ള ഇത്ര അധ്യായവും വാക്യങ്ങളുമുള്ള ഇതേ ഉള്ളൂ. പലപ്പോഴും നമുക്കിത് ഒരിക്കൽ വായിച്ചതുകൊണ്ട് മാത്രം അടുത്ത വട്ടം വായിക്കുന്നതിന് അതൊരു തടസ്സമല്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യവും അത് ജീവനുള്ള വചനമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും. ഓരോ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ മാനസികാവസ്ഥയോടും ഒക്കെ ദൈവത്തിൻ്റെ വചനം ഇടപെടുകയും പുതിയതായിട്ടുള്ള ചില ചിന്തകൾ ദൈവം എപ്പോഴും ആ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്നതാണ് ദൈവവചനം. ഇത്രയും വർഷങ്ങൾ, ഞാനിപ്പോൾ 40 വർഷമായിട്ട് ഇത് വായിക്കുന്നു. അബ്രഹാം പാസ്റ്റർ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഇത് പുതുമ ഉള്ളതായിട്ടും എന്ന് മാത്രമല്ല നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാണ് എന്നും എനിക്ക് ദൈവവചനത്തോട് സ്നേഹം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് സംസാരിക്കുന്നു, ഹൃദയത്തോട് ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ പറയപ്പെട്ടിരിക്കുന്ന ഈ സംഭവം നടക്കുന്നത് കൃത്യമായിട്ട് ഏത് സമയത്താണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ ഉള്ള ഒരു സംഭവമാണ്. മറ്റു സുവിശേഷങ്ങളിൽ ഇത് പറഞ്ഞിട്ടുമില്ല. എന്നാൽ നമുക്ക് അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് എന്ന് മാത്രമാണ് അതിനെപ്പറ്റിയുള്ള ഒരു റെഫറൻസ് നമ്മൾ കാണുന്നത്. അത് സംടൈം ലേറ്റർ ജീസസ് വെൻ്റ് അപ്പ് ടു ജെറുസലേം ഫോർ എ ഫീസ്റ്റ് ഓഫ് ദ ജ്യൂസ് എന്നാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മിനിഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ച യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ അവസാനമായിട്ട് കർത്താവ് ചെയ്യുന്ന ആ മിറക്കിൾ, ഏകദേശം അത് അതിൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ AD 27 വിൻ്ററിലാണ് കർത്താവ് അത് ചെയ്തതെന്നും 6-ാം അധ്യായം വായിക്കുമ്പോൾ 5000 പേരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ അനുഭവം AD 29 വിൻ്ററിലുമാണ് കർത്താവ് ചെയ്യുന്നത് എന്ന് ഏകദേശം അതിൻ്റെ ടൈം ലൈനിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷങ്ങളുടെ ഗ്യാപ്പിൽ ഏതോ സമയത്ത് ഇത് കർത്താവ് ചെയ്ത ഒരു കാര്യമാണെന്നും ഈ പെസഹയ്ക്കും കൂടെ കർത്താവ് കടന്നു പോകുമ്പോഴാണ് കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിനെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് 3.5 വർഷമായിട്ട് നിജപ്പെടുത്താനായിട്ട് കഴിയുന്നതും എന്ന് നമുക്ക് ഇതിനു മുന്നേ നമ്മൾ ധ്യാനിച്ച സമയത്ത് നമ്മളത് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഉത്സവം ആയിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച്, അത് കൂടാരപ്പെരുന്നാളായിരിക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്തു തന്നെയായിരുന്നാലും ഈ കർത്താവ് ഈ അത്ഭുതം ചെയ്യാനായിട്ട് കർത്താവ് ഇത് ചെയ്യുകയും യോഹന്നാൻ ക്രമാനുഗതമായിട്ട് കർത്താവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നതായ നിലയിൽ ഈ കാര്യങ്ങളെ അറേഞ്ച് ചെയ്ത് നമ്മളോട് പറയുമ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട അത്ഭുതമായിട്ട് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടും അദ്ദേഹം അത് കർത്താവിൻ്റെ ദൈവത്വത്തിന് ഒരു തെളിവും എന്ന് മാത്രമല്ല കർത്താവ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ രീതി എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത് പല സമയത്തും പലരും കർത്താവിൽ വിശ്വസിച്ചു. മിനിഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ചപ്പം ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നപ്പം യെരുശലേമിൽ ചെയ്ത ചില അത്ഭുതങ്ങളൊക്കെ ആ ഗലീലക്കാരും കണ്ടു. അങ്ങനെ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനായിട്ട് ഇടയായിത്തത്. അവൻ ഈ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അവിടെ യേശു യഹൂദ്യദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടിട്ട് വന്നു മാത്രമല്ല, അതിൻ്റെ 45-ാം പെരുന്നാളിന് പോയി അവൻ യെരുശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതുമൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു എന്ന് നമ്മളവിടെ വായിക്കുക. എന്നാൽ അവരുടെ ക്രമേണ അംഗീകാരം എതിർപ്പായിട്ട് മാറുന്ന ചില സാഹചര്യങ്ങളാണ് ഈ 5-ാം അധ്യായം തൊട്ട് നമ്മൾ തുടർന്ന് വായിക്കുന്നതായിട്ടുള്ള കാര്യം. അത് നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ ചിന്തിച്ചു, അതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അംഗീകാരമായിരുന്നു അവർ ചെയ്തത്. കാരണം അദ്ദേഹം ഒരു പ്രശസ്തനാണ് എന്നുള്ളൊരു നിലയിലാണ് അംഗീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ കർത്താവ് ആരാണെന്നും കർത്താവിൻ്റെ പ്രവർത്തന രീതി ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാണാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ശബ്ബത്ത് ദിവസമാണ് കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് കാരണമുണ്ട്. ഒത്തിരി പേര് പറയുന്നുണ്ട് കർത്താവ് ശബ്ബത്ത് ആചരിക്കാൻ വേണ്ടി പോയി, അതുകൊണ്ട് നമ്മളും ആചരിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ശബ്ബത്ത് ദിവസമാണ് കൂടുതൽ പേരും ഈ
ഒരുമിച്ച് സിനഗോഗിൽ കടന്നു വരുന്നതും പല ആൾക്കാരെയും കാണാനുള്ള സൗകര്യവും കർത്താവിന് തൻ്റെ വചനം അറിയിക്കാനുള്ള സൗകര്യവും ഉള്ളതുകൊണ്ട് തന്നെയാണ് കർത്താവ് അന്ന് അവിടെ കടന്നു പോവുകയും പോയതെന്നും എന്ന് മാത്രമല്ല, അവർ ശബ്ബത്തിനെ സംബന്ധിച്ച് അന്ന് പാലിക്കേണ്ട ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അന്നൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം 39 നിയമങ്ങൾ അവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും, എത്ര ചുമടെടുക്കാം, എത്ര നടക്കാം, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം നമ്മളിവിടെ ചിന്തിച്ച വിഷയമായതുകൊണ്ട് അതിനെ കൂടുതൽ അധികമായിട്ട് പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചില നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുകയും, എന്നാൽ ഈ നിയമങ്ങളൊന്നും പാലിക്കുന്നതിൽ കർത്താവ് അത്ര വലിയ നിഷ്കർഷത പാലിച്ചില്ല. കാരണം ഈ ശബ്ബത്ത് എന്ന് പറയുന്നത് നിത്യമായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന ആ സ്വസ്ഥതയുടെ അനുഭവത്തിന് അതിന് ഒരു നിഴലായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലും പ്രത്യേക എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4-ാം അധ്യായം വായിക്കുമ്പോഴും നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ശബ്ബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ആകയാൽ നമുക്കുള്ളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക എന്ന് എബ്രായ ലേഖനക്കാരൻ 4-ാം അധ്യായത്തിൽ നമുക്ക് അതിനൊരു മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഈ ശബ്ബത്തനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഒരു ശബ്ബത്തനുഭവമല്ല എന്നും അത് ഏതു മനുഷ്യനും വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ലഭിക്കുന്ന നിത്യതയെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറഞ്ഞതെന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാര്യമുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്യുന്ന ഈ മതപരമായിട്ടുള്ള ചില ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും ഉപരിയായിട്ട് ആ നിത്യമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ അനുഭവത്തിലേക്ക് ആൾക്കാരെ നയിക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്നുള്ളത് കൊണ്ട് ഈ ശബ്ബത്ത് ദിവസം തന്നെ തുടർന്നും നമുക്ക് ദൈവദാസൻ പറഞ്ഞ പോലെ 7 മിറക്കിൾസ് കർത്താവ് ചെയ്തതുകൊണ്ട് ഈ മതപരമായ ആചാരങ്ങളുടെ നിരർത്ഥകതയും അതിന് ഒരു വ്യക്തിയെ നിത്യതയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതും ഈ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ, നമുക്കും ഇന്ന് കൂടുതൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം പലപ്പോഴും പല വ്യക്തികൾക്കും ദൈവവചനം കേൾക്കുന്നതിലോ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുന്നതിലോ ഒന്നുമല്ല. പ്രത്യുത അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ഇരിക്കുന്നത് ചില മതകർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാലോ, മതം ഒന്ന് വേറെ, യേശുവുമായിട്ടുള്ള ബന്ധം ഒന്ന് വേറെ. അപ്പോൾ മതപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും യേശുവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശേഷിച്ച് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ പഠിക്കുകയും അത് വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല. അത് ചില കർമ്മങ്ങളും ആചാരങ്ങളും സമയാസമയത്ത് ചെയ്ത് ഒരു വ്യക്തിക്ക് മതപരമായിട്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്താണ്, ഈ കർമ്മങ്ങൾ കൊണ്ടൊക്കെ എനിക്കങ്ങ് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഉള്ള വളരെ കർശനമായിട്ടുള്ളൊരു വാണിങ്ങും അങ്ങനെയുള്ള മനോഭാവത്തെ തുറന്നു കാണിക്കുന്നതുമായ ഒരു ലേഖനമാണ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ നമ്മൾ കാണുമ്പോൾ അത് ആ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് അതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്കാണ് അതിൻ്റെ നിഴലായിട്ടോ അല്ലെങ്കിൽ അതുപോലെ അതിനോട് ചേർന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ അർത്ഥവത്തായിട്ട് തീരുകയുള്ളൂ. ദൈവത്തോടുള്ള ഒരു ബന്ധമില്ലാതെ യാഗം കഴിച്ചാലും ആചാരങ്ങൾ ചെയ്താലും ഉത്സവങ്ങൾ ആചരിച്ചാലും വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് അത് ഒരു നിലയിലും ബെനിഫിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയ്ക്ക് തന്നെ ആണെങ്കിൽ പോലും ഈ പലപ്പോഴും തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടക്കും. ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. കാരണം ഇതിനേക്കാൾ അധികം ആൾക്കാരൊക്കെ വരുന്നതാണ് സാധാരണഗതിയിൽ. കാരണം പാരലായിട്ടുള്ള പല റൂമുകളും നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പതിവായിട്ട് വരുന്ന പല പ്രിയപ്പെട്ടവരും അവിടെ പോകുന്നതിനൊന്നും ഞാൻ ഇത് പറയുകയല്ല. ഓരോരുത്തർക്ക് അവരവരുടെ അഭിരുചി അനുസരിച്ചും ആഗ്രഹമനുസരിച്ചും ഒക്കെ പോകാമല്ലോ. അപ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് കഴിയും, ഇന്ന് വളരെ സജീവമായിട്ടുള്ളൊരു തർക്കം നിലനിൽക്കുകയാണ്. കാരണം മതപരമായിട്ടുള്ള ആചാരങ്ങളിലും കർമ്മങ്ങളിലും അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോവുകയും പല പാരമ്പര്യങ്ങളും പല അഭ്യൂഹങ്ങളും പല ഐതിഹ്യങ്ങളും ഒക്കെ മുന്നിൽ വെച്ചിട്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അതിനുവേണ്ടി പണം ചെലവഴിക്കാനും അതിനുവേണ്ടി മനുഷ്യൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകാനും
ഒക്കെ അവർ തയ്യാറാണ്. അതിൻ്റെ പരിണിതഫലം എന്താണെന്നോ അത് അവരാഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് നൽകുമോ എന്നുള്ളതിനെപ്പറ്റി പോലും അവർക്ക് ഉറപ്പില്ല. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഒരു ദൂതൻ വന്ന് കുളം കലക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കർത്താവ് ജീവിച്ചിരുന്ന കാലയളവിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട്. യഹൂദ മതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ഇത് മതത്തിലൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഐതിഹ്യത്തിൻ്റെ ബേസിൽ അവർ ചെയ്യുന്നതാണ്. എന്നാൽ തന്നെ മതത്തിൽ ഇപ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി സൗഖ്യമായതായിട്ട് അവിടെ എങ്ങും നമ്മൾ ആ ഭാഗത്തെങ്ങും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ കർത്താവ് ചില കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അത് പുരോഹിതന്മാർക്ക് സാക്ഷ്യത്തിനായി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പറഞ്ഞ കാര്യം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്നൊന്നും നമുക്കാർക്കും വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകാം എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ദൂതൻ ഇറങ്ങി ആരെങ്കിലും സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി യാതൊരു തെളിവും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്കറിയാമല്ലോ, ഈ കുളവെന്ന് പറയുന്നത് യാഗം കഴിക്കാനായിട്ട് ആടുകളെ കൊണ്ടുവരുമ്പോൾ ആടുകളെ ശുദ്ധീകരിച്ച് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ് എന്ന് നമുക്ക് അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ കുളം എക്സ്കവേഷൻ ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, സെൻറ്റ് ആൻസ് ചർച്ച് എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഇത് എക്സ്കവേറ്റ് ചെയ്ത് ഈ 5 മണ്ഡപമുള്ള ഈ കുളം അവിടെ ഇത് പുരാവസ്തു ഒക്കെ ഇതാക്കുന്ന ആൾക്കാരെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞേക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വർഷങ്ങളോളം വന്ന് മെനക്കെടാനും അത് കിട്ടിയില്ലെങ്കിൽ പോലും അത് കിട്ടുകയില്ല എന്ന് നിരാശപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനുവേണ്ടി പിന്നെയും കാത്തിരിക്കാനും പരിശ്രമിക്കാനും ഒക്കെയുള്ളൊരു മനോഭാവം ആൾക്കാരുടെ കാണാം. എന്നാൽ യഥാർത്ഥ വിടുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറയുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ പല നിലകളിൽ വിമർശിക്കുകയും ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വണ്ണമുള്ള തർക്കവും തടസ്സവാദങ്ങളും ഉന്നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ചെയ്യുന്നത് അവരറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിക്ക് കീഴ്പ്പെട്ടിട്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത്. അവരുടെ ആ നിഗമനങ്ങളിലൂടെയും നിരൂപണങ്ങളിലൂടെയും അവർക്ക് ലഭിക്കാമായിരിക്കുന്ന ആ യഥാർത്ഥ വിടുതലിൽ നിന്നും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്നും അവർ തങ്ങളെ തന്നെ അകറ്റുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അവർ സ്വയം കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴാൻ പോവുകയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കുറച്ച് ദൈവവിശ്വാസികളെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് ചിലരൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ ആരും അങ്ങനെ തോറ്റുപോകാൻ പോകുന്നില്ല. ഇതൊക്കെ പറയുന്ന വ്യക്തി തന്നെ അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ഒരു പുനരവലോകനം നടത്തണമെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അഭ്യൂഹങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ചെലവഴിക്കുകയും അഭ്യൂഹങ്ങൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ഇത് സ്വർഗത്തിൽ എത്തിക്കാം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഫലം തരാം കഴിയുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയവും ആളും അർത്ഥവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ട് ഒരു വിടുതൽ നൽകാനായിട്ട് കർത്താവ് അവൻ്റെ ചാരത്ത് തന്നെ നിന്ന് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാനായിട്ട് മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുക. അപ്പം അവൻ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഇതാ, ഞാൻ ഇറങ്ങാൻ നോക്കുമ്പം വേറെ ആരെങ്കിലും എനിക്ക് മുന്നേ ഇറങ്ങും, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അതിന് മുന്നേ ഇറക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിച്ചേച്ചാൽ മതി, കൂടുതൽ ഉപകാരമൊന്നും ചെയ്യണ്ട. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു അവസ്ഥ ഇത് തന്നെയാണ്, കോമ്പറ്റീഷനാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇതനുസരിച്ച് തൊഴിലില്ലായ്മ പിന്നെയും കൂടിയേക്കുക. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങോട്ടെങ്കിലും പുറത്തോ കാനഡയിലോ ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കൊക്കെ പോകാനൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുക. കാരണം ഇവിടെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു ഇൻകം പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഏകദേശം ഉറപ്പായിരിക്കുന്ന നിലയിൽ അങ്ങനെ പോകാനായിട്ട് അവർ നിർബന്ധിതരായി തീരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം മറ്റുള്ളവർ തട്ടിയെടുക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്നിനു വേണ്ടി പരിശ്രമിക്കുമ്പം അതേപോലെ തന്നെ നമ്മൾ എന്തിനെ ലക്ഷ്യമാക്കി പോകുന്നോ അത് നമുക്ക് മുന്നേ എടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ബെഥേസ്ദാ കുളത്തിൻ്റെ കരികിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മൾ കാണുന്നത്. എത്രയോ പേര് ഇന്ന് പകൽ തന്നെ പറയും, ഞാനത് വിചാരിച്ചതാ, എന്നെക്കാളും മുന്നേ അവൻ അവിടെ കയറിപ്പറ്റി, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതാ, അത് കയറിപ്പറ്റി. ഒരു ബസ്സേ കയറാൻ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പറയും, അയ്യോ അതിൽ സീറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ അത് കയറിപ്പോൾ ഇപ്പോൾ വേറൊരാൾ ആ സീറ്റേ കയറിയിരുന്നു, കഴിഞ്ഞില്ലേ. ഇത് ഇന്നത്തെ ലോകത്തിലെ ഒരു ബേസിക് പ്രശ്നമാണ്. അല്ലാതെ ഇത് പണ്ടാരോ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ എഴുതി,
ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെ അപ്പച്ചൻ ഇപ്പം വരും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം ഈ അമ്മ പറഞ്ഞു, മോനെ ആ വിശപ്പ് ഒരു ആഗോള പ്രതിഭാസമാണെന്ന് പറഞ്ഞപ്പം അവൻ്റെ കരച്ചിൽ നിർത്തിയെന്ന് എൻ്റെ ഒരു സുഹൃത്ത് കഥ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എനിക്കിത് തോന്നുന്നത്, ഈ ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഇത് അവൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താ? നമ്മൾ വിചാരിക്കുന്നത് ആത്മീയ ഗോളത്തിലും ഉള്ള പ്രശ്നം എന്താ? ഞാൻ വിചാരിച്ചത്, ഞാൻ എയിം ചെയ്തത്, ഞാൻ മനസ്സിൽ വിചാരിച്ചത്, എനിക്ക് മുന്നേ വേറൊരു വ്യക്തിക്ക് അവസരം ലഭിച്ചു, എനിക്കത് കിട്ടാതെ പോയി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ വേറെ ഏതെങ്കിലും വ്യക്തി എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമുക്കുണ്ടോ? നമുക്ക് കിട്ടുമോ? കർത്താവ് ഒരിടത്ത് പറഞ്ഞത് നമുക്കറിയാം. തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, അത് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ആരും അത് എടുത്തു കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷ, ലോകത്തിൽ എത്രയോ പേര് രക്ഷിക്കപ്പെടട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസരം അത് നിഷേധിക്കുകയല്ല. ഓ, എണ്ണം തികഞ്ഞു പോയി മോനെ, ഇനി നിന്നെ രക്ഷിക്കപ്പെടുത്താനും നിന്നെ രക്ഷിക്കാനും എനിക്ക് പറ്റുകയില്ല എന്ന് കർത്താവ് ഒരിക്കലും പറയും. ഇന്നാകുന്നു രക്ഷാദിവസം, ഇന്നാകുന്നു സുപ്രസാദ കാലം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക. അപ്പോൾ മറ്റുള്ളവരെടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, കർത്താവ് തരുന്ന ഈ രക്ഷയും അതിനോട് ചേർന്ന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ആത്മീയമായിട്ടുള്ള നന്മകളും നമുക്ക് നൽകുമ്പോൾ, അതോടുകൂടെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ സകലവും നമുക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുള്ള കർത്താവ് നമുക്ക് ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമുക്ക് തന്നെ ദൈവം കരുതും, നമുക്ക് വേണ്ടി തന്നെ അത് കർത്താവ് വയ്ക്കും എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും പറയാനായിട്ട് എനിക്ക് കഴിയും. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ കാര്യം വേറെ എങ്ങും എടുത്തു കൊടുക്കുന്ന കാര്യമല്ല. അത് എന്ന് വെച്ചിട്ട് വേറെ ആരെങ്കിലും വന്ന് എടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ അട്ടിപ്പേറ് കിടക്കേണ്ട കാര്യവുമില്ല. ദൈവഹിതപ്രകാരം ഓരോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതും എനിക്ക് ലഭിക്കേണ്ടതുമായ ആത്മീയവും ഭൗതികവുമായ നന്മകളൊക്കെ അതാതിൻ്റെ സമയത്ത് നൽകാനായിട്ട് കഴിയുന്ന കർത്താവ് ആണ് നമ്മളോട് പറയുന്നത്. ആ വ്യക്തിയോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നത്, എന്നെ എടുത്തൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. നമുക്കറിയാമല്ലോ, ഈ കയ്യും കാലും തളർന്നു കിടക്കുന്നവൻ, അവന് ആദ്യമല്ല അവൻ അവസാനം ആ വെള്ളത്തിൽ ചാടുന്നതെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പോലും ഞാൻ വിചാരിക്കുക. വേറെ ആരെങ്കിലും അവനെ സഹായിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവൻ എന്തോ ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ജനിക്കുന്നതിനും 8 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 6 വർഷം മുന്നെയെങ്കിലും അവിടെ കിടക്കുന്ന ഒരു വ്യക്തിയായത്. 38 വർഷം, ഏകദേശം ഒരു 4 decades എന്ന് പറയുന്ന പോലെ ആ 38 വർഷമായിട്ട് പാരമ്പര്യത്തോടെ അവിടെ കിടക്കുന്ന വ്യക്തിയാണ്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും അവൻ അവിടെ ഒരു സീനിയോറിറ്റി ഉള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. മാത്രമല്ല, ഉത്സവമുള്ള സമയങ്ങളിലൊക്കെ ഇതിൻ്റെ ചുറ്റും ഒത്തിരി ആൾക്കാർ വന്നു കൂടും. കാരണം ആദ്യം ഇറങ്ങുന്നവനായി തീരാനായിട്ട് തീരുക. നമുക്കറിയാമല്ലോ, വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നാം ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദ്യഫലമായിട്ട് ആണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്ന നന്മകളെ ഒരിക്കലും വേറെ ആരും തട്ടിയെടുക്കാത്ത അനുഗ്രഹം തന്നെയാണ് കർത്താവ് നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇത് നമുക്കറിയാമല്ലോ, ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇനേർഷ്യ എന്ന് പഠിക്കും. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് തിങ്, അത് ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങനെ തുടരാനോ അതിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ അങ്ങനെ തന്നെ തുടരാനോ ഉള്ള ഒരു വസ്തുവിൻ്റെ ട്രെൻഡിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്നതിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ ഈ ചില ബലഹീനതകളും കുറവുകളും ഒക്കെ ആയിട്ട് ചില വ്യക്തികൾ ജീവിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗുരുജീവ ബ്രദർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം പിന്നെ അവൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ബലഹീനതയാണ് എൻ്റെ ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കുകയും പിന്നെ ആ ബലഹീനനായിട്ട് ഇങ്ങനെ അഭിനയിച്ച് അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ്റെ നിലനിൽപ്പ്, അവന് മറ്റുള്ളവർ കൊടുക്കുന്ന പരിഗണന, അവന് മറ്റുള്ളവർ കൊടുക്കുന്ന ദയ, അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മുടെ ആരോ സഹോദരങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന കേട്ടു. അതെ, ഒരു ഭിക്ഷക്കാരൻ്റെ വീടാണ് അദ്ദേഹം, നമ്മുടെ ഗുരുജീവ ബ്രദർ തന്നെയാണ്, ഒരിടത്ത് പോയി വാടകയ്ക്ക് എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു ഭിക്ഷക്കാരനാണ്. അദ്ദേഹം അതിൻ്റെ ഒരു റൂമിൽ താമസിച്ചിട്ട് ഈ ഭിക്ഷ നേടിയ കാശ് കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുക എന്നുള്ളത് കേട്ടപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പല ആൾക്കാർക്കും അവർക്ക് ലഭിക്കുന്ന
മാനുഷികമായ പരിഗണന, മാനുഷികമായ ദയ, അവർക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്ന അവരുടെ ഒരു പ്രത്യേക അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒത്തിരി പേർക്കും ആ ബലഹീനതയിൽ നിന്ന് മോചനം പ്രാപിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ബലഹീനനെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ തന്നെ നമുക്ക് തോന്നാം. നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തനായിട്ടുള്ള ജോർജ് മുള്ളർ എന്ന് പറയുന്ന ദൈവദാസൻ്റെ ജീവിതകഥ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ സാജു മാത്യു ജോൺ അദ്ദേഹം ഒരു പുസ്തകം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതാണ് വായിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഫനേജിനെ കുറിച്ചും വിശ്വാസത്താൽ അവിടെ ഇത് ലഭിച്ചതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയത്, അല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തിന് ചില അത്ഭുതകരമായിട്ട് ദൈവം വെളിപ്പാട് കിട്ടിയാൽ അത്ഭുതകരമായിട്ട് ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ അറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർഫനേജും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അഭംഗുരം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ദൈവദാസന് സ്നാനപ്പെടുന്നതിനെക്കുറിച്ച് ഒരു വെളിപ്പാട് ലഭിച്ചത്. അന്ന് ബ്രദറൻ മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് ഇംഗ്ലണ്ടിൽ മുന്നോട്ട് വരുന്ന കാലമാണ്. അപ്പം അദ്ദേഹത്തിന് ചില ബന്ധുക്കൾ, അതുപോലെ പല ആൾക്കാർ അങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ ഉൾപ്പെടുകയും അങ്ങനെ ഇദ്ദേഹത്തിനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിശ്വാസ സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. അപ്പം തന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ദൈവം എല്ലാ സത്യങ്ങളും അങ്ങോട്ട് ഒരുമിച്ചല്ല വെളിപ്പെടുത്തിയത്. ഇപ്പം മാർട്ടിൻ ലൂതറിന് ചില കാര്യങ്ങൾ വിശ്വാസത്താൽ രക്ഷ വെളിപ്പെടുത്തി, അപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മാർട്ടിൻ ലൂതർ സൈലൻ്റ് ആയിരുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം സ്നാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. അങ്ങനെ ആ മൂവ്മെൻറ്റ് മുന്നോട്ട് വന്നു. അതിനുശേഷം പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് ഉള്ള ഒരു വെളിപ്പാട് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകി. അങ്ങനെ ആദ്യ നൂറ്റാണ്ടിലെ ആ അനുഭവത്തിലേക്ക് തന്നെ ഏകദേശം മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ആ റിലീജിയസ് ആയിട്ടുള്ള റെനേസൻസിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള, അതിനുശേഷമുള്ള കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ പരിഭ്രമിച്ചു പോയി. എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പലരും ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനിപ്പോൾ പോയി സ്നാനപ്പെട്ടാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാകും, ഈ ഓർഫനേജും അതോടുകൂടെ പോകും. അങ്ങനെയുള്ള നിലയിൽ വളരെ ശക്തമായിട്ട് ജോർജ് മുള്ളറിൻ്റെ ഹൃദയത്തിൽ ഒരു പോരാട്ടം ഉണ്ടാകുകയും, എന്നാൽ ദൈവഹിതമാണ് ഈ സ്നാനപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന് 100% മനസ്സിലാകുകയും അദ്ദേഹം അങ്ങനെ അത് സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് 2 സൈഡിലായിട്ട് എഴുതി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് എടുത്തിട്ട് നടുക്കൊരു വര വരച്ച് സ്നാനപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പെടാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് അപ്പുറത്തും ഇപ്പുറത്തും അദ്ദേഹം എഴുതിയതിന് ശേഷം അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊക്കെ ശക്തമായിട്ടൊന്ന് വിലയിരുത്തിയതിന് ശേഷം അദ്ദേഹം അവസാനം സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. പിശാച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുള്ള ഭയവും ഒറ്റപ്പെട്ടു പോകും, ഇതോടെ കഴിഞ്ഞു, നിന്റെ വേല, ജീവിതം, ശുശ്രൂഷ ഒക്കെ കഴിഞ്ഞു പോകുമെന്നുള്ള നിലയിൽ ഇടപെട്ടെങ്കിലും അദ്ദേഹം ധൈര്യപൂർവ്വം സ്നാനപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അഭംഗുരം പിന്നെയും തുടരുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. കാരണം ആത്മീയമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ വന്നു കഴിയുമ്പോഴും ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ അംഗീകരിക്കുന്ന ചിലരുണ്ട്. ഒരുപക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലൊന്നും ആശ്രയിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ളൊരു സാഹചര്യത്തിന് അല്ലാതൊരു സാഹചര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിൽ ആശ്രയിക്കുന്നില്ല. അങ്ങനെ അല്ലാന്ന് വെച്ചോ. അപ്പം എൻ്റെ സാമ്പത്തികമായിട്ടുള്ള മുഖാന്തരങ്ങൾ, അതുപോലെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഭാവി, ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനെ പോകുന്നൊരു ശുശ്രൂഷയുടെ നടുക്കുന്ന് പെട്ടെന്ന് മാറിയൊരു ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ കുറവുകളോ ബലഹീനതകളോ അല്ലെങ്കിൽ വീഴ്ചകളോ ഒക്കെ എൻ്റെ ഇന്ന് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിലുണ്ടെങ്കിലും ഇതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഞാനൊരു ഡ്രാസ്റ്റിക്കായിട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തോടുള്ള അനുസരണമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അനുകൂലമായിരിക്കുന്ന ഘടകങ്ങളൊക്കെ പ്രതികൂലമായി തീരും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഹഡ്സൺ ടൈലറുടെ ജീവിതത്തിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ഇന്നേ വരെ, ദൈവവചനം അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിലെ കൺവിക്ഷൻസ് അനുസരിച്ചതുകൊണ്ട് ആ നിലയിൽ പിശാച് പലരെയും ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഭയപ്പെട്ടതൊന്നും അവർക്ക് സംഭവിക്കാനിടയായി തീർന്നിട്ടില്ല. അവരെ വിളിച്ച വേലയും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയും അഭംഗുരം തുടരുന്ന ഒരനുഭവം കാണാനായിട്ട് കഴിയുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ പറയും ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരരുത്.
ഈ കൂടിൻ്റെ കഴിക്കോലൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അയ്യോ ഇവിടുന്ന് പോകരുത് 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 എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും പുതിയൊരു മേഖലയിലേക്ക് പറക്കാനാണ് കർത്താവ് പലപ്പോഴും നമ്മളെ ഇടയാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, കുറവുകൾ കർത്താവ് കാണിക്കുമ്പം കുറവുകളെ പരിഹരിക്കാതെ ഇരുന്നിട്ട് ഇത് നമ്മുടെ മറ്റുള്ള സേഫ്റ്റി ഓർത്തിട്ട്, സത്യമായിട്ട് നമുക്കറിയാം ആത്മീയമായിട്ടുള്ള അനുസരണത്തിനേക്കാളും ഭൗതികമായിട്ടുള്ള ചില സേഫ്റ്റി ഓർത്തിട്ട് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ? ഒരു കാര്യം കൂടെ അതിൽ തന്നെ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് ഡയറക്റ്റ് അവനോട് നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ രക്ഷ നിനക്ക് സൗജന്യമാണ്, നീ രക്ഷിക്കപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം അത് അവിടെ പറഞ്ഞേക്കും. അതിനൊരു പാരലായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കാം, മകനെ, ഈ രക്ഷ സൗജന്യമാണ്, നീ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ നീ അനുഭവിക്കേണ്ടതായിട്ടില്ല. ഈ രക്ഷ നിനക്ക് സൗജന്യമാണ്. എന്നാൽ ഈ രക്ഷ നീ സ്വീകരിക്കാനായിട്ട് നീ തയ്യാറാണോ? അല്ലെങ്കിൽ നിനക്ക് രക്ഷിക്കപ്പെടുക സൗജന്യമായി നിനക്ക് നൽകുന്ന രക്ഷ നിനക്ക് സൗജന്യമായിട്ട് സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവിക ശിക്ഷയിൽ നിത്യനാശത്തിൽ പെടാതെ നിനക്ക് ഈ രക്ഷയെ പ്രാപിക്കാനായിട്ട് അത് ഞാൻ നിനക്ക് ഓഫർ ചെയ്യുക. എന്നാൽ നിനക്കതിന് മനസ്സുണ്ടോ? കർത്താവെ, അതിന് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, എന്നെ എടുത്ത് വെള്ളത്തിലിടാൻ ആളില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനൊക്കെ സമാനമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അവിടെ ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് നമ്മൾ കാണുന്നത്, അവനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ചില പ്രകമ്പനങ്ങളാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അതിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. കാരണം നമുക്കറിയാം, ഒരുത്തൻ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കുന്നതിനേക്കാളും അവിടെ പ്രധാനമെന്ന് പറയുന്നത് മതപരമായ ചില നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധയെന്നും, ആ വ്യക്തി ഇത്രയും 38 വർഷം പാവം പിടിച്ച മനുഷ്യൻ സൗഖ്യമായല്ലോ എന്ന് സന്തോഷിക്കുന്നതിന് പകരം അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം അതിൽ സന്തോഷിക്കുകയല്ല, ഈ റിലീജിയസ് ആയിട്ടുള്ള ചില നിയമങ്ങൾ തെറ്റിച്ചതിലുള്ള പ്രശ്നമാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ആശ്രയിക്കുന്ന മതം അതേതോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ആശ്രയിക്കുന്ന തത്വശാസ്ത്രം അല്ലെങ്കിൽ ദൈവികമെന്ന് ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള നമ്മുടെ തത്വശാസ്ത്രം അതൊരു നിത്യതയെക്കുറിച്ചും അത് ദൈവമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ അതിനെ എന്തിനാണ് നമ്മൾ മതമെന്നും തത്വശാസ്ത്രമെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നിത്യതയെക്കുറിച്ച് ഭാവി പ്രത്യാശ നൽകാത്ത ഒരു കാര്യമാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് എത്തീസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളും ഉണ്ട്, അത് ഏതാണെന്നൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, എത്തീസ്റ്റിക് ആയിട്ടുള്ള. കാരണം അതിലൊരു സ്വർഗമില്ല, നിത്യതയില്ല, ഒന്നുമില്ല. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയാക്കി തരാം, ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാനായിട്ടാണെങ്കിൽ പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ ഈ നിയമങ്ങൾ ആചരിക്കുന്നവർ ഒരു നിമിഷം നിന്ന് ആലോചിക്കുന്നില്ല, ഇങ്ങനൊക്കെ ഈ നിയമങ്ങൾക്ക് വേണ്ടി കടോരം ഞാൻ വാദിക്കുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും നന്മയുണ്ടോ? ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ എൻ്റെ യേശുവിനെ കാണും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടോ? ഞാൻ ആർക്ക് വേണ്ടിയായി വാദിക്കുന്നത്? അത് നമ്മുടെ ഇതെഴുതിയ വാത്മീകി പണ്ട് ചോദിച്ചതുപോലെ ആയിപ്പോവും. അദ്ദേഹം ഒരു പിടിച്ചുപറിക്കാരനോ അങ്ങനെങ്ങോ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മുനിയെ എങ്ങാണ്ട് ഇതാക്കാൻ ചെന്നപ്പം നീ വീട്ടിലൊന്ന് ചെന്ന് ചോദിക്കും, നീ ഇത് ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്ക്, നീ ചെയ്യുന്ന തെറ്റൊക്കെ അവർ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു നോക്കുന്ന പറഞ്ഞ ഒരു കഥ, അതുപോലെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഈ കടോരം വാദിക്കുകയും ഈ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വെല്ലുവിളി കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്ക് വേണ്ടിയാ വെല്ലുവിളിക്കുന്നേ? ആർക്ക് വേണ്ടിയാ ഈ കടോരമായിട്ട് വാദിക്കുന്നേ? ആർക്ക് വേണ്ടിയിട്ടാ പ്രത്യക്ഷത്തിൽ നമുക്ക് വായിക്കുകയും മനസ്സിലാക്കുകയും കഴിയാവുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ കാൽക്കീഴിലിട്ട് അതിനെതിരെ പല്ലിളിച്ച് കാണിക്കുന്നത്? എന്നിട്ട് പറയുക, ഞാനൊരു മതപരമായി ജീവിക്കുന്നവനാണ്, ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്ത മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, അത് ലജ്ജാകരമല്ലേ? അത് വളരെ 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 നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്ത, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു തത്വശാസ്ത്രവും പേറിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ?
ഇത് ഈ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തുമെന്നും ഈ ദൈവത്തെ കാണുമെന്നും അവനോടുള്ള കൂട്ടായ്മയിലായിരിക്കുമെന്നും എൻ്റെ മരണശേഷം എനിക്കൊരു നിത്യതയുണ്ടെന്നും ആ നിത്യത ദൈവത്തോടൊപ്പം ആയിരിക്കുമെന്ന് ഉറപ്പ് തരാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് നമ്മൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ആ യാഥാർത്ഥ്യങ്ങൾ നിമിത്തം നമ്മളത് അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു മതത്തിന് വേണ്ടി തമ്മിൽ തല്ലാനും ചാകാനും ആർഗ്യൂ ചെയ്യാനും ഒക്കെ ആർക്കും പറ്റും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഞാൻ ഈ ലോകത്ത് വന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അത് നീ വെള്ളത്തിലെടുത്ത് ചാടി നീ സൗഖ്യമാകാനല്ല, നിന്റെ ആത്മരക്ഷ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവസന്നിധി താഴ്മയുള്ളവനായിട്ട്, കർത്താവ് എനിക്ക് ആ രക്ഷ ആവശ്യമാണ്, നിന്റെ മരണമുഖാന്തരം നീ എനിക്ക് നേടിത്തന്ന രക്ഷ ആവശ്യമാണ് എന്ന് ദൈവസന്നിധിയെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് നമുക്ക് ഈ ദിവസങ്ങൾ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കും.